ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. മീനുകളുടെ മുട്ടയിടൽ കാലത്തെ മത്സ്യവേട്ട ഫിഷറീസ് വകുപ്പ് പരിശോധന ശക്തമാക്കി. തിരു മുനിസിപ്പൽ പരിധിയിൽ വ്യാപകമായി മത്സ്യം പിടിക്കുന്നുവെന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പരിശോധനയിൽ കണ്ടെത്തിയ തോടിന് കുറുകെ സ്ഥാപിച്ചിരുന്ന കൂടുകളും വലകളും ഒഴിവാക്കി. കൂടുകളിൽ കുടുങ്ങിയിരുന്ന ആമ, മത്സ്യങ്ങൾ എന്നിവയെ ജലാശയത്തിലേക്ക് തന്നെ ഒരുക്കിവിട്ടു. ഊത്തുപിടുത്തം പ്രകൃതിദത്തമായ മത്സ്യബന്ധനത്തിന്റെ നാശത്തിന് കാരണമാകുമെന്നതിനാൽ മുട്ടയിട്ട മീനുകളെ കൂട്ടത്തോടെ പിടിക്കുന്നതിനെതിരെ ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം കനത്തതോടെ തോടുകളിലും പാടശേഖരങ്ങളിലും ഊത്തക്കയറ്റം സജീവമായി. ആദ്യ മഴയിൽ പുഴകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും ഒഴുക്കിനെതിരെ മീനുകൾ കൂട്ടത്തോടെ മുട്ടയിടാൻ കയറി വരുന്ന പ്രതിഭാസമാണിത്. വരാൽ, മൊഷി, കാരി, പരൽ, കുറുവ തുടങ്ങിയ നാടൻ മത്സ്യങ്ങളാണ് പ്രധാനമായും ഊത്ത് കയറുന്നത്. ഇക്കാലത്ത് കോരിച്ചെരിയുന്ന മഴയത്തും കുടയും ചൂടി ടോർച്ചും വെളിച്ചത്തിൽ മീൻ പിടിക്കാൻ തോടുകൾക്ക് ഇരുവശവും ആളുകൾ തടിച്ചുകൂടാറുണ്ട്. പരമ്പരാഗത രീതിയിലുള്ള ഒറ്റാൽ, കൂട്, കോരുവലകൾ എന്നിവ ഉപയോഗിച്ചാണ് പലരും ഊത്തുപിടുത്തം നടത്തുന്നത്. പ്രകൃതിദത്തമായ മത്സ്യസമ്പത്തിന്റെ നാശത്തിന് കാരണമാകുമെന്നതിനാൽ ഊത്തുപിടുത്തം നിരോധിച്ചിട്ടുള്ളതും ശിക്ഷാർഹവുമാണ്. തിരു മുനിസിപ്പൽ പരിധിയിൽ വ്യാപകമായി മത്സ്യം പിടിക്കുന്നുവെന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തോടിന് കുറുകെ സ്ഥാപിച്ചിരുന്ന കൂടുകളും വലകളും ഒഴിവാക്കി. കൂടുകളിൽ കുടുങ്ങിയിരുന്ന ആമ, മത്സ്യങ്ങൾ എന്നിവയെ ജലാശയത്തിലേക്ക് തന്നെ ഒഴുക്കിവിട്ടു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എഫ് ഷിജി, ഫിഷറീസ് ഓഫീസർ അനഘ, മുഹമ്മദ് അഷ്റഫ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തോടുകളിൽ നിന്നും പാടങ്ങളിൽ നിന്നും പിടിക്കുന്ന നാടൻ മത്സ്യങ്ങൾ വാങ്ങാൻ പലയിടത്തും ആവശ്യക്കാർ കൂടുതലാണ്. ഇതാണ് ഊത്തപ്പിടുത്തത്തിലേക്ക് മീൻപിടുത്തക്കാരെ ആകർഷിക്കുന്നത്.